സമ്പത്തിന്റെ സുവിശേഷം എന്ന സാമ്പത്തിക പഠന വിചിന്തന പരമ്പരയിലേക്ക് വീണ്ടും സ്വാഗതം. ദൈവം നമുക്ക് ദാനമായി തന്നിരിക്കുന്ന സമ്പത്തിനെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്നും അതിനോട് നമുക്കുണ്ടാകുന്ന മനോഭാവം എന്താണെന്നും സമ്പത്ത് എങ്ങനെ വർദ്ധിപ്പിക്കാമെന്നും ഒക്കെയുള്ള വിവിധ കാര്യങ്ങളാണ് നമ്മൾ പല എപ്പിസോഡുകളിലൂടെ കൂട്ടമായി ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. മനുഷ്യൻ്റെ ജീവിതത്തിന്, പ്രത്യേകിച്ച് ദൈനംദിന ജീവിതത്തിന് ഏറ്റവും അത്യാവശ്യമുള്ള ഘടകമാണ് പണം, സമ്പത്ത്. പണമുള്ളപ്പോൾ നമ്മൾ മറ്റുള്ളവരെ മറന്നുപോവുകയും പണമില്ലാത്തപ്പോൾ മറ്റുള്ളവർ നമ്മളെ മറന്നുപോവുകയും ചെയ്യുക എന്നാൽ വിരോധാത്മക പ്രതിഭാസമുണ്ട്. ഇഫ് യു ഹാവ് മണി യു ഫർഗെറ്റ് അതേഴ്സ് ആൻഡ് ഇഫ് യു ഡോണ്ട് ഹാവ് മണി അതേഴ്സ് വിൽ ഫർഗെറ്റ് യു. ഒരു പണം അത്രത്തോളം പ്രധാനപ്പെട്ടതാണ് എന്ന് വെച്ചുകൊണ്ട് പണം ഉണ്ടാക്കുക എന്നുള്ളത് മാത്രമല്ല നമ്മുടെ ജീവിത ലക്ഷ്യം. ബൈബിളിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു എക്കണോമിക്സ് ഭാഗം വായിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ എക്കണോമിക്സ് തുടങ്ങാമേ. ഹഗായിയുടെ പുസ്തകം 1-ാം അധ്യായം 6 മുതലുള്ള വാക്യങ്ങൾ. നിങ്ങളുടെ സ്ഥിതിയെപ്പറ്റി ചിന്തിക്കുവിൻ. നിങ്ങളേറെ വിതച്ചു, കുറച്ച് മാത്രം കൊയ്തു. നിങ്ങൾ ഭക്ഷിക്കുന്നു, ഒരിക്കലും തൃപ്തരാകുന്നില്ല. നിങ്ങൾ പാനം ചെയ്യുന്നു, തൃപ്തി വരുന്നില്ല. നിങ്ങൾ വസ്ത്രം ധരിക്കുന്നു, ആർക്കും കുളിര് മാറുന്നില്ല. കൂലി ലഭിക്കുന്നവന് അത് ലഭിക്കുന്നത് ഓട്ടസഞ്ചിയിൽ ഇടാൻ മാത്രം. പലപ്പോഴും എന്നോട് പലരും പറയാറുണ്ട്, പണിയൊക്കെ എടുക്കുന്നുണ്ട്, ഇഷ്ടം പോലെ കാശും ഉണ്ടാക്കുന്നുണ്ട്, പക്ഷെ എങ്ങോട്ട് പോകണമെന്ന് അറിയത്തില്ല, ഇതിലേ തീർന്നു എന്നറിയത്തില്ല. ഏതാണ്ട് അതിന് സമാനമായ ആശയമുള്ള വരികളാണ് നമ്മളിവിടെ വായിക്കുന്നത് അല്ലേ. അധ്വാനിക്കുന്നുണ്ട്, വിതയ്ക്കുന്നുണ്ട്, പക്ഷെ കൊയ്യുന്നുമുണ്ട്, പക്ഷെ എല്ലാം ഓട്ടസഞ്ചിയിലേക്കാണല്ലോ പോകുന്നത്. ഹഗായി പ്രവാചകനിലൂടെ പറയുന്ന ഈ സുവിശേഷ ഭാഗത്തിൻ്റെ വിചിന്തനം നമ്മൾ എത്തി നിൽക്കുന്നത് കർത്താവിൻ്റെ ആലയത്തെക്കുറിച്ച് ചിന്തയില്ലാതെ മനുഷ്യൻ പണിയെടുക്കുന്നതിനെ കുറിച്ചാണ്. കർത്താവിൻ്റെ ആലയത്തെക്കുറിച്ച്, അതാണ് അതിന് മുമ്പിലത്തെ വരികളൊക്കെ. കർത്താവിൻ്റെ ആലയം പുനരുദ്ധരിക്കുന്നതിന് സമയമായിട്ടില്ല എന്ന് ജനം പറയുന്നു. അപ്പോൾ പ്രവാചകൻ പറഞ്ഞു, ഈ ആലയം തകർന്നു കിടക്കുന്ന ഈ സമയം നിങ്ങൾക്ക് മച്ചിട്ട ഭവനങ്ങളിൽ വസിക്കാനുള്ളതാണ്. കർത്താവിൻ്റെ ആലയം എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ, നമ്മുടെ ഒരു ബിബ്ലിക്കൽ ലാംഗ്വേജിൽ പറയുമ്പോൾ, നമ്മൾ ഓരോരുത്തരും ദൈവത്തിൻ്റെ ആലയമാണ്. ചർച്ച് ഇസ് ദ മിസ്റ്റിക്കൽ ബോഡി ഓഫ് ക്രൈസ്റ്റ് എന്ന് നമ്മൾ പറയുന്നുണ്ട് അല്ലേ. സഭ ക്രിസ്തുവിൻ്റെ ഭൗതിക ശരീരമാണ്. നിങ്ങളുടെ ശരീരം ദൈവത്തിൻ്റെ, പരിശുദ്ധാത്മാവിൻ്റെ ആലയമാണ്. ഇങ്ങനെ സമാനമായ ചിന്തകൾ നമ്മളിലേക്ക് എത്തിക്കുന്നത് നമ്മുടെ വ്യക്തിത്വവും നമ്മുടെ ജീവിത സാഹചര്യങ്ങളുമെല്ലാം കർത്താവിൻ്റെ ആലയമായി കണ്ടു കഴിഞ്ഞെന്നാൽ ഇതിനെ ഏറ്റവും മനോഹരമാക്കാനുള്ള, ഏറ്റവും സുന്ദരമാക്കാൻ, സവിശേഷമാക്കാനുള്ള ജീവിത രീതിയിലേക്ക് നമ്മൾ പോകും. നമ്മുടെ വ്യക്തിത്വം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ആലയമാണ്, നമ്മുടെ വ്യക്തിത്വം. അപ്പോൾ നമ്മൾ ജീവിക്കേണ്ടത് ദൈവത്തിൻ്റെ ആലയം എന്നുള്ള ചിന്തയിൽ ജീവിക്കുമ്പോൾ നമ്മൾ ചെയ്യുന്നതെല്ലാം വി ഡു വിത്ത് ഡിഗ്നിറ്റി, അന്തസ്സോടെ, മഹത്വത്തോടെ ജീവിക്കാൻ നമ്മൾ പഠിക്കണം. നമ്മൾ വർക്ക് കൾച്ചറിനെ കുറിച്ചൊക്കെ പല എപ്പിസോഡുകളിലും കണ്ടു അല്ലേ. വർക്ക് കൾച്ചറിനെ കുറിച്ച് എന്താണ് തൊഴിൽ സംസ്കാരം. തൊഴിൽ ചെയ്യുന്നത് മനോഹരമായിട്ട് നമ്മൾ കാണുക എന്നുള്ള ഒരു കഥ ഒരുപക്ഷെ നിങ്ങൾ പലരും കേട്ടിട്ടുണ്ടാകും. ഒരു കത്തീഡ്രൽ പണിയുന്ന കഥയാണ്. കുറച്ച് പേര് അവിടെ ചെയ്യുന്നുണ്ട്. ഈ കത്തീഡ്രലിന് ആവശ്യമായിട്ടുള്ള കല്ല് പൊട്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. കല്ലുകൾ പൊട്ടിച്ചുകൊണ്ട് 3-4 പേർ അവിടെ ഇരിക്കുമ്പോൾ അതിലെ പോയൊരു വഴി പോക്കൻ അവിടെ ഇരുന്നിരുന്ന ആളോട് ചോദിച്ചു, നിങ്ങൾ എന്താണ് ചെയ്യുന്നത്? ആദ്യത്തെ ആൾ മറുപടി പറഞ്ഞു, കാണാൻ പാടില്ലേ എന്താണ് ചെയ്യുന്നത്. രണ്ടാമത്തെ ആൾ പറഞ്ഞു, ഞങ്ങൾ ഈ കത്തീഡ്രൽ പണിയുകയാണ്, ഈ ദേവാലയം പണിയുകയാണ്. ഉത്തരവും ശരിയാണ്. കാണാൻ പാടില്ലേ എന്ന് ചോദിക്കുന്ന ഉത്തരവും ശരി തന്നെയാണ്. കാരണം കല്ല് പൊട്ടിക്കുന്ന മനുഷ്യൻ്റെ അടുക്ക ചെന്ന് തൊഴിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന അടുത്ത് ചെന്ന് എന്താ ചെയ്യണമെന്ന് ചോദിക്കുന്നത്. പക്ഷെ ഉത്തരങ്ങളും 2 മനോഭാവങ്ങളെ കാണിക്കുന്നു. 2 മനോഭാവങ്ങൾ. ആദ്യത്തെ ആൾ അസ്വസ്ഥനായിരുന്നു. ചെയ്യുന്ന ജോലിയിൽ ഒട്ടും സന്തോഷമില്ലായിരുന്നു. മനസ്സ് പല കാര്യങ്ങളിൽ വ്യാകുലപ്പെട്ട് കിടക്കുകയാണ്. അതുകൊണ്ട് തന്നോട് സംസാരിക്കാൻ വന്ന ആളോട് എടുത്തടിച്ചൊരു മറുപടി പറയും. രണ്ടാമത്തെ ആൾ സ്വസ്ഥനായിരുന്നു, ശാന്തനായിരുന്നു. അയാൾ ചെയ്യുന്ന ജോലിയെക്കുറിച്ചൊക്കെ ഡിഗ്നിറ്റി ഉണ്ടായിരുന്നു, അന്തസ്സുണ്ടായിരുന്നു, മഹത്വം ഉണ്ടായിരുന്നു. താൻ വെറും കല്ല് പൊട്ടിക്കുന്ന ആളല്ല, താനൊരു കത്തീഡ്രൽ പണിയുന്ന ആളാണ്, താൻ ദേവാലയം പണിയുന്ന ആളാണ്. ഈ മനോഹര സൗധത്തിന് ആവശ്യമായ കാര്യങ്ങൾ ഞാൻ ചെയ്യുകയാണ്. ഇത് 2 കൺസെപ്റ്റാണ്, 2 ആറ്റിറ്റ്യൂഡാണ്.
നമ്മുടെ തൊഴിൽ മേഖലയിൽ എപ്രകാരം അന്തസ്സോടെ ജീവിക്കാം, മഹത്വത്തോടെ ജീവിക്കാം എന്ന് ചിന്തിക്കുന്ന ഒരു എപ്പിസോഡിലേക്കാണ് നമ്മൾ പോകുന്നത്. നമ്മളെ ദൈവം എവിടെ പ്ലാൻ ചെയ്തിട്ടുണ്ടോ അവിടെ നമ്മൾ മിഷനറിയാണ്. മിഷനറി ചൈതന്യം എന്നൊക്കെ പറയുന്നത്, മിഷൻ എന്നതിനെക്കുറിച്ചൊക്കെ നമ്മൾ ചിന്തിക്കുമ്പോൾ ദർ ആർ ജനറൽ ആൻഡ് സ്പെസിഫിക് കോൾ, വൊക്കേഷൻ. അല്ലെങ്കിൽ ചിലർക്ക് സ്പെസിഫിക് ആയിട്ട് വിളിച്ചു മാറ്റി നിർത്തി മറ്റു രാജ്യങ്ങളിലോട്ടൊക്കെ പോയി സുവിശേഷം പ്രഘോഷിക്കാനൊക്കെയുള്ള വിളിയും വരവുമുണ്ട്, കൃപയുമുണ്ട്. എന്നാൽ മജോറിറ്റി ഓഫ് ദ പീപ്പിൾ, നമ്മുടെ ഭൂരിഭാഗം ജനങ്ങളും അവർ ആയിരിക്കുന്ന സ്ഥലത്ത് സുവിശേഷത്തിൻ്റെ ചൈതന്യം പങ്കുവയ്ക്കാൻ വിളിക്കപ്പെട്ടവരാണ്. ഇതാണ് ഒരു മിഷണറി സീൽ എന്നൊക്കെ നമ്മൾ പറയുന്നത്, അല്ലേ? ഒരു പ്രേക്ഷിത ദൗത്യത്തിൽ നിന്ന് ഒരു പ്രേക്ഷിത ചൈതന്യത്തിലേക്ക് നമ്മൾ കടന്നു വരികയാണ്. അവിടെയാണ് നമ്മുടെ തൊഴിൽ സംസ്കാരത്തെ നമ്മൾ സ്നേഹിക്കേണ്ടത്. ഞാൻ വെറും കല്ല് പൊട്ടിക്കുന്നവനല്ല, ഞാൻ കത്തിയുടെ സൗധം പണിയുന്നവനാണെന്നുള്ള ചിന്ത കർത്താവ് എവിടെ ജോലി തരുന്ന അവിടെയാണ്. നിന്റെ നെറ്റിയിലെ വിയർപ്പ് കൊണ്ട് അധ്വാനിച്ച് ഭക്ഷിക്കുമെന്ന ഉൽപ്പത്തി പുസ്തകത്തിൽ കർത്താവ് പറയുന്നത് പോലെ ആയിരിക്കുന്ന സ്ഥലത്ത് അധ്വാനത്തിൻ്റെ സുവിശേഷത്തിൻ്റെ പരിമളം പരത്തുക എന്നുള്ളതാണ് ദ ഗോസ്പൽ ഓഫ് വർക്ക് എന്ന് പറയും. അധ്വാനത്തിൻ്റെ സുവിശേഷം. ഞാൻ പലപ്പോഴും ഇങ്ങനെ ചിന്തിക്കാറുണ്ട്, ബൈബിളിൽ കർത്താവ് വിളിച്ചു മാറ്റി നിർത്തി അനുഗ്രഹിച്ച വ്യക്തിത്വങ്ങൾ ദാവീദാകാം, അബ്രഹാമാകാം, മോശയാകാം, പുതിയ നിയമത്തിലേക്ക് വരുവാണെങ്കിൽ പത്രോസ്, അന്ത്രയോസ്, മത്തായി, സാവൂൾ, ഇവരെല്ലാം കർത്താവ് വിളിക്കുന്നത് പണിസ്ഥലത്തു നിന്നാണ്, അവരുടെ വർക്ക് സ്പോട്ടിൽ നിന്നാണ് വിളിക്കുന്നത്. മോശയും അബ്രഹാവും ദാവീദും ഒക്കെ ആടുകളെ മേയിച്ചു കൊണ്ടിരിക്കുന്നവരെല്ലാം വിളിച്ചുകൊണ്ട് പോകുന്നത്. പത്രോസും അന്ത്രയോസും അന്നത്തെ പണിക്ക് ശേഷം വള്ളവും വലയും കഴുകുന്ന കോണ്ടെക്സ്റ്റിൽ നിന്നാണ് വിളിച്ചിട്ട്. മത്തായിനെ വിളിച്ചു കൊണ്ടുപോകുന്നത് ടാക്സ് നികുതി പിരിച്ചു കൊണ്ടിരിക്കുന്ന ടേബിളിൽ നിന്നാണ്. സാവൂളിനെയും ഡ്യൂട്ടിക്കിടയിലാണ് വിളിച്ചു കൊണ്ടുപോകുന്നത്. പണിയെടുക്കുന്നവനെ അനുഗ്രഹിക്കുന്ന ദൈവത്തിൻ്റെ ചിത്രമാണ് ഈ എപ്പിസോഡിലൂടെ നമ്മൾ വരച്ചു കാണിക്കുന്നത്, അധ്വാനത്തിൻ്റെ സൂചന. അതുകൊണ്ട് ദൈവമാണ് എല്ലാ സമ്പത്തിൻ്റെ ഉടമ, ദൈവം എനിക്ക് ആവശ്യമുള്ളതെല്ലാം തന്നുകൊള്ളും എന്നും പറഞ്ഞുകൊണ്ട് പണിയെടുക്കാത്തവനെ ദൈവം അനുഗ്രഹിക്കത്തില്ല. പണിയെടുക്കുന്നവനിലാണ് വീണ്ടും വീണ്ടും പണിയെടുക്കാനുള്ള കൃപയും ചൈതന്യവും ദൈവം നിറയ്ക്കുന്നത്. ചില തമാശയ്ക്ക് പറയാറുണ്ടേ, ആ ഓഫീസിൽ ഞാനൊരു പണി ചെയ്ത് കാണിച്ചാൽ പിന്നെ എപ്പോഴും അത് എൻ്റെ തലയിൽ തന്നെ വരും, അതുകൊണ്ട് ഞാൻ പണി ചെയ്ത് കാണിക്കുന്നില്ല. ഇങ്ങനൊരു പാസിവിറ്റി വർക്ക് കൾച്ചറിൽ പലർക്കും വന്ന് ചേർന്നിട്ടുണ്ട്. എന്നാൽ നമ്മൾ ചെയ്യുന്ന ജോലി മനോഹരമായിട്ട്, ഇപ്പോൾ ഒരു ടീച്ചർ ഒരു മിഷനറി ചൈതന്യത്തോടുകൂടി ആ ക്ലാസ് റൂമിൽ ഒന്ന് പ്രവർത്തിച്ചു നോക്കിയേ. എൻ്റെ ക്ലാസ് മുറിയിൽ എൻ്റെ മുന്നിലിരിക്കുന്ന 40 കുട്ടികൾ, ഇതെൻ്റെ മിഷൻ ഫീൽഡാണ്, ഇതെൻ്റെ മിഷൻ ഫീൽഡാണ്. ഞാനവിടെ മിഷനറിയാണ്, ഐ എം സെൻറ്റ് ഫോർത്ത്, ഞാൻ അയക്കപ്പെട്ടതാണ് അവിടെ. ഓരോരുത്തരും എൻ്റെ മിഷൻ ഫീൽഡാണ്. അതുകൊണ്ട് ഞാൻ ചെയ്യുന്ന തൊഴിൽ, എനിക്കറിയാലോ, ഒരു കാര്യം പഠിപ്പിക്കുമ്പോൾ ഒരു പ്രാവശ്യം പറയുമ്പോൾ തന്നെ ചില കുട്ടികൾക്ക് മനസ്സിലാകും. രണ്ടാമതും മൂന്നാമതും പറയുമ്പോഴാണ് ചില കുട്ടികൾക്കത് മനസ്സിലാവില്ല. ചില എന്നോടൊന്ന് ചോദിക്കാറുണ്ട്, മിസ് ഇത് തന്നെയല്ലേ ഇന്നലെയും പറഞ്ഞത്? ഞാൻ പറഞ്ഞു, അതെ, ഇത് തന്നെ ഇന്നലെയും പറഞ്ഞത്, പക്ഷേ ഇനിയും 2 പ്രാവശ്യം കൂടി പറഞ്ഞാൽ ചിലർക്ക് ഇവിടെ മനസ്സിലാവും. ആദ്യം മനസ്സിലായവർ അതുകൊണ്ട് ഇച്ചിരി ക്ഷമയോടെ, ഇച്ചിരി സഹിഷ്ണുതയോടെ ഇരിക്കുക. തലേദിവസം പഠിപ്പിച്ചത് ആവർത്തിച്ച് പറഞ്ഞതിന് ശേഷം എനിക്ക് പുതിയതിലേക്ക് കൊണ്ടുപോകാൻ പറ്റുള്ളൂ, കുറേ പേരെ സംബന്ധിച്ചിടത്തോളം. കാരണം ഓരോ വ്യക്തികളും നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്, ഓരോ വ്യക്തികൾ. ചിലരോട് മിസ്സിന് ഭയങ്കര പാർഷ്യാലിറ്റിയാണ്. ഞാൻ ഇത്ര എഴുതിട്ട് ഇത്രയും മാർക്കാന്നുള്ളൂ, ആ കൊച്ചു അത്ര എഴുതിട്ട് മിസ് ഇത്രയും മാർക്ക് കൊടുത്തു. അത് ശരിയാണ്. ആ കൊച്ചു അത്ര എഴുതിയല്ലോ എന്നാ ചിന്തിക്കണം, നീ ഇത്ര എഴുതിയാൽ പോരാ. കാരണം കപ്പാസിറ്റിക്ക് വ്യത്യാസമുണ്ട്, ഇൻ്റലക്ച്വൽ കപ്പാസിറ്റിക്ക് വ്യത്യാസമുണ്ട്, കൺസീവ് ചെയ്യാനുള്ള കപ്പാസിറ്റിക്ക് വ്യത്യാസമുണ്ട്, ക്ലാസ് പേപ്പറിൽ അത് റിപ്രൊഡ്യൂസ് ചെയ്യാനുള്ള കപ്പാസിറ്റിക്ക് വ്യത്യാസമുണ്ട്. അപ്പോൾ വ്യത്യാസം അനുസരിച്ചാണത്. ആ കൊച്ചിന് അത്രയും മാർക്ക് കൊടുത്തൊരു മോട്ടിവേഷന് വേണ്ടിയാണ്, നിനക്ക് ഇത്രയും മാർക്ക് എന്ന ഒരു ഡീമോട്ടിവേഷന് വേണ്ടിയല്ല, കുറച്ചുകൂടി ബെറ്റർമെൻറ്റിന് വേണ്ടി. ഇതിനെ ഞങ്ങൾ ടീച്ചേഴ്സ് ഉപയോഗിക്കുന്ന വാക്ക് ഡിസ്ട്രിബ്യൂട്ടീവ് ജസ്റ്റിസ് എന്നാണ്. ഡിസ്ട്രിബ്യൂട്ടീവ് ജസ്റ്റിസ്, വികേന്ദ്രിത നീതി. ദൈവത്തിനും ഇതുപോലെ ഒരു വികേന്ദ്രിത നീതിയുണ്ട്. ചില സമ്പന്നന്മാരല്ലേ, ചില ദരിദ്രരല്ലേ എന്നൊക്കെ ചോദിക്കും. ഇതൊരു വികേന്ദ്രിത നീതിയാണ്. അപ്പോൾ
അവരവർക്ക് ലഭിച്ചിരിക്കുന്ന അവസ്ഥയനുസരിച്ച് ജീവിതത്തെ മെച്ചപ്പെടുത്തുക. ദ ഡിഗ്നിറ്റി ഓഫ് ലേബർ, തൊഴിലിൻ്റെ മഹത്വം. വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ വളരെ കൃത്യമായിട്ട് ഈ തൊഴിലിൻ്റെ മഹത്വത്തെക്കുറിച്ച് നമ്മളോട് പറയുന്നുണ്ട്. ഈശോയെക്കുറിച്ച് പറഞ്ഞിട്ട് പറയുന്നത് ഇങ്ങനെയാണ്: ഈശോ കുഞ്ഞുനാളിൽ ആ കാർപ്പൻറ്റേഴ്സ് ഫീൽഡിൽ അധ്വാനിച്ചു ജീവിച്ചു. നമ്മുടെ മുമ്പിൽ തിരുക്കുടുംബത്തിൻ്റെ ചിത്രം പലപ്പോഴും വരുന്നില്ല. തിരുക്കുടുംബത്തിൻ്റെ ചിത്രം എങ്ങനെയാണ് വരുന്നത്? പണിയെടുക്കുന്ന മാതാവ്, അധ്വാനിച്ചുകൊണ്ടിരിക്കുന്ന ഔസേപ്പിതാവ്, അവരെ സഹായിക്കുന്ന ഒരു ഉണ്ണീശോ. ഒരു ചിത്രമാണത്. പക്ഷെ ചിത്രം നമ്മളോട് പറയുന്നത് ഈ അധ്വാനത്തിൻ്റെ സുവിശേഷത്തെക്കുറിച്ചാണ്. എന്നാൽ ദൈവപുത്രനാണ് ഞങ്ങളുടെ കൂടെ ഉള്ളത്, ഇനി കാര്യങ്ങളെല്ലാം ദൈവം നോക്കിക്കൊള്ളും എന്നും പറഞ്ഞ ഔസേപ്പിതാവിനും മാതാവിനും വെറുതെ ഇരിക്കായിരുന്നു കേട്ടോ. കുറച്ചുകൂടി നല്ല ഗേറ്റും മതിലുമൊക്കെ പണിതിട്ട് ഇനി ആൾക്കാരെല്ലാം ദൈവത്തിനെ കാണാൻ വരും, അതുകൊണ്ട് ഇങ്ങനെ ഇരുന്ന് സമ്മാനമൊക്കെ മേടിച്ച് ഇങ്ങനെ ഇരിക്കുക, അങ്ങനെയെന്നുള്ളൊരു ചിന്തകളല്ല കേട്ടോ. മറിച്ച് കുടുംബത്തെ പരിപാലിക്കുന്ന അപ്പൻ, അതാണ് ഔസേപ്പിതാവ് അല്ലേ. ഭാര്യയെ കരുതുന്ന ഒരപ്പൻ, മകനെ കരുതുന്ന ഒരപ്പൻ, അതാണ് ഔസേപ്പിതാവ് മുഖേന ചിത്രം. മാതാവും അതുപോലെ തന്നെ ഒരു സപ്പോർട്ടീവ് റോൾ എടുക്കുന്ന ഒരു ചിത്രമാണ്. ഈ ഒരു സപ്പോർട്ടീവ് അല്ലെങ്കിൽ കോംപ്ലിമെന്റാരിറ്റി, പരസ്പര പൂരകത്വത്തിൻ്റെ ചിത്രം, തിരുക്കുടുംബത്തിൻ്റെ ഒരു ചിത്രം നമുക്ക് തരുന്നുണ്ട്. പല തന്നെ ഡിഗ്നിറ്റി ഓഫ് ലേബർ മനസ്സിലാക്കുക. ഡിഗ്നിറ്റി ഓഫ് ഏത് തൊഴിൽ മേഖലയിലാണോ അതെന്ന്. അതുകൊണ്ടാണ് പ്രോവേർബ്സ് അല്ലേ, സുഭാഷിതങ്ങളുടെ പുസ്തകം 14-23 വാക്യത്തിൽ ഇങ്ങനെ പറയുന്നത്: അധ്വാനം ലാഭം വരുത്തുന്നു. അധ്വാനിക്കാതെയും ലാഭം ഉണ്ടാക്കുന്നവരുണ്ട് കേട്ടോ. എന്നാൽ സുഭാഷിതം നമ്മളോട് പറയുന്നു അധ്വാനം ലാഭം വരുത്തും. കാരണം അധ്വാനത്തെ ദൈവം മാനിക്കുന്നു എന്നുള്ളതാണ്. ദൈവം മാനിക്കും. ചിലപ്പോഴൊക്കെ ചില കുട്ടികൾ മിസ്സെ പരീക്ഷ പ്രാർത്ഥിക്കണം കേട്ടാന്ന് പറയും. ഞാൻ പറയും ഒരു കുഴപ്പമുണ്ട് എന്നോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞാൽ. എന്താ മിസ്സേ? ഞാൻ പ്രാർത്ഥിക്കും, പക്ഷെ ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ ഇങ്ങനെ പ്രാർത്ഥിക്കുള്ളൂ, എല്ലാവർക്കും അവരുടെ അധ്വാനത്തിനനുസരിച്ചുള്ള ഫലം കൊടുക്കണമേ ദൈവം. അയ്യോ മിസ്സെ അങ്ങനെ പ്രാർത്ഥിക്കല്ലേ. ഞാനങ്ങനെ പ്രാർത്ഥിക്കുള്ളൂ, അവരുടെ അധ്വാനത്തിനനുസരിച്ച് ദൈവം നീ അവരെ അനുഗ്രഹിക്കണമേ. കാരണം അധ്വാനത്തെ ദൈവം മാനിക്കുന്നു. കഷ്ടപ്പെട്ടും അധ്വാനിച്ചും ജീവിക്കാനുള്ള ഒരു വിളിയാണ് സുവിശേഷം നമുക്ക് തരുന്നത്. ഒരു അധ്വാനത്തിൻ്റെ സുവിശേഷം. സഭാപ്രബോധനങ്ങൾ നമ്മൾ എന്തെടുത്താലും, ആത്മായ വിശ്വാസികളെക്കുറിച്ചുള്ള സഭാപ്രബോധനം എടുത്താലും, കുടുംബ പ്രേക്ഷിതത്തെക്കുറിച്ചുള്ള സഭാപ്രബോധനം എടുത്താലും, അതായത് ക്രിസ്റ്റിഫിദലസ് ലേസി ആത്മായ വിശ്വാസികളെക്കുറിച്ച് എങ്ങനെയായിരിക്കണം ജീവിക്കേണ്ടത് സഭ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ഫെമിലിയാരിസ് കോൺസോർഷ്യോ, കുടുംബത്തിൻ്റെ മാഹാത്മ്യത്തെക്കുറിച്ച് നമ്മൾ പറയുന്നത്. ദ ഡിഗ്നിറ്റി ഓഫ് വുമൺഹുഡ്, അതൊക്കെ ഇങ്ങനെയുള്ള സഭയുടെ ആനുകാലികമായിട്ടുള്ള ദ മജസ്റ്റീരിയം ഓഫ് ദ കാത്തലിക് ചർച്ച് നമുക്ക് തരുന്ന, സഭയുടെ പഠന ശാഖ നമുക്ക് തരുന്ന ഏത് പഠനമെടുത്ത് നമ്മൾ പഠിച്ചാലും അത് റേരും നൊവാരും മുതൽ സെക്കൻഡ് വത്തിക്കാൻ കൗൺസിൽ മുതൽ ഇപ്പോൾ ലാസ്റ്റ് നമ്മൾ എത്തി നിൽക്കുന്ന യൂണോക്കോർണോ വരെ, ഇതിലൂടെ എല്ലാം അൽമായൻ്റെ വിളിയും ദൗത്യവും നമ്മൾ വായിച്ചെടുക്കുമ്പോൾ ഈ ഒരു അധ്വാനത്തിൻ്റെ സുവിശേഷം മനോഹരമായിട്ടുണ്ട്. ഒരു ചെറിയ ഉദാഹരണം പറയുകയാണെങ്കിൽ ലുമൻ ജൻഷ്യം, ജനതകളുടെ പ്രകാശം. ലുമൻ ജൻഷ്യം 32, 33, 34, 35 വാക്യങ്ങൾ വത്തിക്കാൻ കൗൺസിലിൽ ജനതകളുടെ പ്രകാശത്തിൻ്റെ 32 മുതൽ 35 വാക്യം എടുത്ത് നോക്കുകയാണെങ്കിൽ അൽമാൻ്റെ വിളിയും ദൗത്യത്തെക്കുറിച്ച് കൃത്യമായിട്ട് പറയുന്നുണ്ട്. യു ഹാവ് ടു റോൾസ് ടു പ്ലേ, 2 പങ്ക് വഹിക്കാനുണ്ട്. ഒന്ന്, ആയിരിക്കുന്ന സ്ഥലത്തെ ഇല്ലൂമിനേറ്റ് ചെയ്യുക, പ്രകാശമാനമാക്കുക, നിങ്ങളായിരിക്കുന്ന ഇടങ്ങളെ പ്രകാശമാനമാക്കാനും. 2, ടു പുട്ട് ഓർഡർ ദെയർ, ക്രമപ്പെടുത്താൻ. നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥാപനങ്ങളെ പ്രകാശമാനമാക്കാൻ, അവിടെ ക്രമപ്പെടുത്താൻ. നമ്മളായിരിക്കുന്ന വീടുകളെ, ഭവനങ്ങളെ പ്രകാശമാനമാക്കാൻ, ക്രമപ്പെടുത്താൻ. നമ്മുടെ തൊഴിൽ മേഖലകളിലും നമ്മുടെ കുടുംബത്തിലെല്ലാം അതൊരു മിഷൻ, ദ കോൾ ആൻഡ് മിഷനാണ്, വിളിയും ദൗത്യവുമാണ്. അപ്പം ആ രീതിയിലുള്ള ഒരു അധ്വാനത്തിലേക്കാണ് ദൈവം നമ്മളെ വിളിച്ചുകൊണ്ട് പോകുന്നത്. ദ ലേബർ ബ്രിങ്സ് പ്രോഫിറ്റ്, അധ്വാനം ലാഭം വരുത്തുന്നു. സോ എ പ്രോഫിറ്റ് ഡ്രിവൺ ആക്ഷൻ, ലാഭത്താൽ നയിക്കപ്പെടുന്ന ഒരു പ്രവർത്തന രീതിയിലേക്ക് നമ്മൾ പോകണം. ഇവിടെയാണ് താലന്ത് കുഴിച്ചിടരുതെന്ന് പറഞ്ഞ ഉപമയുടെ പ്രസക്തി വരുന്നത്. താലന്തുകൾ കുഴിച്ചിടരുത്, ഉപയോഗിക്കും. മുന്തിരിത്തോട്ടത്തിൽ ജോലിയെടുക്കുന്നവരെ കുറിച്ച് പറയുന്നിടത്ത് നമ്മൾ ഇപ്രകാരം വായിക്കുന്നുണ്ട്: 3-ാം മണിക്കൂറിലും 6-ാം മണിക്കൂറിലും
9-ാം മണിക്കൂറിലും 11-ാം മണിക്കൂറിലും അവൻ പുറത്തിറങ്ങി. പണിയെടുക്കാത്തവരെ അന്വേഷിച്ചണ്ടേ. 11-ാം മണിക്കൂറിൽ അവൻ പുറത്തിറങ്ങിയപ്പോഴും ചന്തസ്ഥലത്ത് അലസരായി നിൽക്കുന്നവരെ അവൻ കണ്ടു. അവരോട് അവൻ പറഞ്ഞു, നിങ്ങളും മുന്തിരിത്തോട്ടത്തിലേക്ക് പോകുവിൻ. 11-ാം മണിക്കൂറിലും പണിയെടുക്കുന്നവരെ അന്വേഷിക്കുന്ന കർത്താവിൻ്റെ ചിത്രമാണത്. ദൈവത്തിൻ്റെ രാജ്യം, ദൈവത്തിൻ്റെ നീതി, സന്തോഷം, പരിശുദ്ധാത്മാവുള്ള ആനന്ദം, ഇതൊക്കെ കൈവരുന്നത് ഒരധ്വാനത്തിൻ്റെ സുവിശേഷത്തിൻ്റെ കോണ്ടെക്സ്റ്റിലാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ദൈവം നമുക്ക് തന്നിരിക്കുന്ന കഴിവുകൾ, സാധ്യതകൾ, കേപ്പബിലിറ്റീസ് ആൻഡ് പൊട്ടൻഷ്യാലിറ്റീസ്, സ്ത്രീകളെക്കുറിച്ച് പ്രത്യേകമായിട്ട് ഞാൻ പറയുന്നു. അവരുടെ സാധ്യതകൾ, കഴിവുകൾ, വിമൻ എംപവർമെൻ്റ് എന്നുള്ള വാക്കൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നത് ഈ ഒരു ശക്തീകരണത്തിൻ്റെ പ്രോസസ്സിലാണ്. എന്താണ് ശക്തീകരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇറ്റ്സ് എ ഗ്രോത്ത് പ്രോസസ് ടു ഗ്രോ ഫ്രം എ സ്റ്റേജ് ഓഫ് ബെനിഫിഷ്യറി ടു എ സ്റ്റേജ് ഓഫ് കോൺട്രിബ്യൂട്ടറി. ഒരു ഗുണഭോക്താവിൻ്റെ തലത്തിൽ നിൽക്കാതെ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റിയ വിധത്തിൽ, കൊടുക്കാൻ പറ്റിയ വിധത്തിലുള്ള വളർച്ചയുടെ പേരാണ് എംപവർമെൻറ്റ്. ഇറ്റ്സ് അപ്ലിക്കബിൾ നോട്ട് ഓൺലി ടു വിമൻ, അപ്ലിക്കബിൾ ടു എവരി വൺ. ഏതൊരു കോണ്ടെക്സ്റ്റിലും പഠിക്കുന്നവരാണെങ്കിൽ കുറച്ചുകൂടി മെച്ചപ്പെട്ട് എങ്ങനെ പഠിക്കാം, തൊഴിൽ ചെയ്യുന്നവരാണെങ്കിൽ കുറച്ചുകൂടി ഭേദപ്പെട്ട് എന്ത് ചെയ്യാം. അതുകൊണ്ട് തന്നെ അധ്വാനത്തിലാണ് ലാഭം വരുന്നത്. ഈ അധ്വാനത്തിൽ ലാഭം വരണമെങ്കിൽ നമ്മൾ ഒരു പർട്ടിക്കുലർ മേഖലയിൽ മാത്രം ഫോക്കസ് ചെയ്യരുത്. പലപ്പോഴും ഞാൻ പറയും, ദർ ഷുഡ് ബി ഏരിയാസ് ഓഫ് ഫിക്സഡ് ഇൻകം ആൻഡ് വേരിയബിൾ ഇൻകംസ്. ഒരു സ്ഥിരമായ ഒരു തൊഴിൽ മേഖല നമുക്കുണ്ടാകണം. അവിടെ നമ്മൾ നന്നായിട്ട് ഷൈൻ ചെയ്യണം, ആത്മാർത്ഥത കാണിക്കണം. ഇവനെ അല്ലെ ഇവളെ ഇവിടെ ഈ കമ്പനിയിൽ ജോലിക്കെടുത്തത് നന്നായി എന്ന് മേലധികാരികൾക്ക് തോന്നാൻ തക്ക വിധം ആത്മാർത്ഥമായി പണിയെടുക്കുക. പ്ലസ് ഒരു സബ്സിഡിയറി ഒരു സബ്സിക്വൻറ്റ് വേരിയബിൾ ഇൻകംസ്, അത് ഞാൻ പ്ലൂറലായിട്ടാണ് പറഞ്ഞത്. പല മാർഗങ്ങളിലൂടെ പൈസ ഉണ്ടാക്കാൻ സാധിക്കും. ചില കുട്ടികളുണ്ട്, പഠിക്കുമ്പോൾ തന്നെ ക്ലാസ്സിൽ പഠിക്കുന്നവർക്ക് ഡ്രസ്സ് അയച്ചു കൊടുക്കുന്നു, ചിലപ്പോൾ ചില ഓർണമെൻറ്റ്സ് ഒക്കെ ഉണ്ടാക്കി കൊടുക്കുന്നു, അതിലൂടെയൊക്കെ ഇച്ചിരി പൈസ ഉണ്ടാക്കുന്നു. ആ പൈസ കൊണ്ട് അവർ പഠിക്കുന്നു, പുസ്തകങ്ങൾ മേടിക്കുന്നു, വീട്ടുകാരെ ബുദ്ധിമുട്ടിപ്പിക്കാതെ. ഇതൊരു കാഴ്ചപ്പാടാണ്. അധ്വാനത്തിൻ്റെ സുവിശേഷം എന്നുള്ളത് ഒരു വലിയ കാഴ്ചപ്പാട്, ദ ഡിഗ്നിറ്റി ഓഫ് ലിവ്. സോ നമ്മൾ ഈ എപ്പിസോഡ് ചിന്തിക്കുന്നത് ഹൗ വി ക്യാൻ ഹാവ് എ ഡിഗ്നിഫൈഡ് ലേബർ സ്റ്റൈൽ എന്നതിനെ കുറിച്ചാണ്. അന്തസ്സോടെ, മഹത്വത്തോടെ, നല്ല പദവിയോടുകൂടി എനിക്ക് എൻ്റെ തൊഴിൽ മേഖലയെ എത്രത്തോളം മെച്ചപ്പെടുത്തും. അത് സാധിക്കണമെങ്കിൽ 2-3 കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കാനുണ്ട്. ഒന്ന്, എന്താണ് എൻ്റെ ഇമ്മീഡിയറ്റ് നീഡ്, എന്താണ് എൻ്റെ തൊഴിൽ മേഖലയിലെ ഇമ്മീഡിയറ്റ് നീഡ്. അതനുസരിച്ച് എൻ്റെ തൊഴിൽ മേഖലയിൽ ഞാൻ എൻ്റെ ബുദ്ധിശക്തിയും അറിവും എല്ലാം കൊടുക്കും. ഇതാണ് ഒന്നാമത്തെ മേഖല. ഞാൻ പണിയെടുക്കുന്ന സ്ഥലത്ത് എൻ്റെ ബുദ്ധിയും എൻ്റെ അറിവും എൻ്റെ അനുഭവജ്ഞാനവും അവിടെ നൽകും. അതെനിക്ക് തരുന്ന ഒരു സ്ഥിര വരുമാനമുണ്ട്. അതെൻ്റെ ബേസാണ്, അടിസ്ഥാന മേഖല. രണ്ടാമത്, ഇപ്പുറത്തുകൂടി ഒരു പക്ഷേ മറ്റ് ചില പാഷൻ, അഭിരുചികൾ, ടേസ്റ്റ് ഉണ്ടാകും. അതിലേക്ക് ഫോക്കസ് ചെയ്ത് അത് ഫ്ലെക്സിബിളാണ്. ഇന്ന് ചെയ്തെന്നിരിക്കും, നാളെ ചെയ്യുന്നത്. ആദ്യത്തെ അങ്ങനെയല്ല, സ്ട്രിക്റ്റായിട്ട് ഞാൻ ചെയ്യേണ്ട കാര്യങ്ങൾ. മറ്റേത് ഫ്ലെക്സിബിളാണ്. എൻ്റെ പാഷൻ, എൻ്റെ അഭിരുചികൾ, എൻ്റെ ടേസ്റ്റ്, എൻ്റെ പ്രിഫറൻസസ്, അവിടെ എൻ്റെ ചില ടാലൻറ്റ്, എൻ്റെ പ്രത്യേകമായ ചില കഴിവുകൾ, മൈ എബിലിറ്റീസ്, മൈ ടാലൻസ്, പാടാനായിരിക്കാം, ഡാൻസ് ചെയ്യാനായിരിക്കാം, അഭിനയിക്കാനായിരിക്കാം, ക്രിയേറ്റിവിറ്റി ആയിരിക്കാം, ഓർഗനൈസ് ചെയ്യാനായിരിക്കാം, പല രീതിയിലുള്ള ചില പാഷൻ നമുക്കുണ്ട്. ഈ പാഷൻ ചില വീട്ടമ്മമാർ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ട്, അവർക്കൊരു തൊഴിലുണ്ടാകും, ഒരു ജോലി ചെയ്യുന്നുണ്ടാകും, പ്ലസ് അവരുടെ എക്സ്ട്രാ സമയത്ത് അവരവരുടെ പാഷൻ്റെ പുറകെ പോകും. ചിലർക്ക് ഗാർഡനിങ് ആയിരിക്കാം, ഗാർഡൻ വഴി അവർ ഇൻകം ഉണ്ടാക്കുന്നു. ചിലർക്ക് സ്റ്റിച്ചിങ് ആയിരിക്കാം, ചിലർക്ക് പെയിൻറ്റിങ് ആയിരിക്കാം, ചിലർക്ക് ട്യൂഷൻസ് ആയിരിക്കാം, ചിലർക്ക് കുറച്ചുകൂടി പുതിയ മേഖലകളിലേക്ക് വരുവാണെങ്കിൽ ഒരു പക്ഷേ ട്രാവൽ ഗൈഡായിരിക്കാം, സോളോ ട്രിപ്പിനൊക്കെ ആരെങ്കിലും സഹായിക്കുക എന്നുള്ളതായിരിക്കാം, എന്തൊക്കെയാണല്ലോ. ചില പക്ഷേ ഒരു പുരുഷന്മാർക്കാണെങ്കിൽ കുറച്ചുകൂടി ഓർഗനൈസ്. എല്ലാവർക്കും ഇതിനകത്തൊക്കെ വ്യത്യാസമുണ്ട്. ഇതിനകത്ത് ഒരു ഇന്നത് പുരുഷന് പറ്റുന്നത് ഇന്നത് സ്ത്രീക്ക് പറ്റുന്നതെന്നൊന്നും ഇല്ല. എന്നാലും മോർ പാഷൻ ഏത് മേഖലയിലാണ് അതിനോട് പോകാൻ പറ്റും.
പക്ഷെ അടിസ്ഥാന വിളിയിൽ നിന്ന് മാറിപ്പോകാതെ, അടിസ്ഥാന ദൗത്യത്തിൽ നിന്ന് മാറിപ്പോകാതെ, അടിസ്ഥാന തൊഴിൽ മേഖലയിൽ നിന്ന് മാറിപ്പോകാതെ സൈഡിൽ കൂടി നമ്മുടെ പാഷനും കൂടി കൊണ്ടുപോകുന്ന ഒരു തൊഴിൽ ശാസ്ത്ര മേഖല അല്ലെങ്കിൽ ഒരു വർക്ക് കൾച്ചർ, തൊഴിൽ സംസ്കാരമാണ് നമ്മൾ ഡെവലപ്പ് ചെയ്തെടുക്കേണ്ടത്. ഇങ്ങനെ തൊഴിൽ സംസ്കാരം ഡെവലപ്പ് ചെയ്ത് കഴിയുമ്പോൾ ഭാവിയിൽ ഒരു പക്ഷേ രണ്ടാമത്തത് പ്രൈമറി ആയിട്ട് വന്നേക്കാം, ആദ്യത്തേനെ ഉപേക്ഷിച്ചേക്കാം. പലപ്പോഴും IT മേഖലയിലൊക്കെ ജോലി എടുക്കുന്നവർ പറയാറുണ്ട്, ചിലർക്ക് നല്ല ശമ്പളമൊക്കെ ഉള്ളവർ പറയാറുണ്ട്, നല്ല ഹെക്റ്റിക് വർക്കാണ്, 12 മണിക്കൂറൊന്നും പണിയെടുത്താൽ പോരാ, ഒരു 35 വയസ്സ് അല്ലെങ്കിൽ 40 വയസ്സ് വരെ ഞാൻ ഈ പണിയെടുക്കുള്ളൂ. അപ്പോഴത്തേക്കും എനിക്ക് എൻ്റെ ഇൻകം, എൻ്റെ എക്കോണമി ഇച്ചിരി ബേസ് ആകുന്നു, പിന്നെ എൻ്റെ സെക്കൻഡറി സോഴ്സ് ഓഫ് ഇൻകം എൻ്റെ പാഷനിലേക്ക്, എൻ്റെ അഭിരുചിയിലേക്ക് ഞാൻ മാറും. നല്ല ചിന്തയായി. അല്ലാണ്ട് പണ്ട് കാലത്തെ പോലെ കഴിഞ്ഞ 33 വർഷമായിട്ട് ഈ സ്ഥാപനത്തിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന എന്നൊക്കെ പറഞ്ഞ് ചില വിരമിക്കൽ യോഗങ്ങളിൽ നടക്കുന്ന പ്രസംഗം പോലത്തെ പ്രസംഗങ്ങൾ ഇന്നത്തെ തലമുറയ്ക്ക് അരോചകമാണ്. ഒരു ചടിപ്പിക്കൊണ്ടിരിക്കും. അപ്പോൾ ഒരു 35 വയസ്സ് വരെ 40 വയസ്സ് വരെ അപ്പോഴത്തേക്ക് എൻ്റെ ജീവിതത്തിൻ്റെ ബേസിക് എക്കണോമിക്സ് ഞാൻ ഇട്ട് കഴിഞ്ഞു. പിന്നെ എൻ്റെ പാഷനിലേക്ക് വന്നു. മാത്രവുമല്ല പലപ്പോഴും രണ്ടാമത് തിരഞ്ഞെടുക്കുന്ന മേഖലയാണ് കൂടുതൽ ഹൃദ്യവും അനുഭവവേദ്യമായിട്ടും വരുന്നത്. നമ്മൾ ക്രിയേറ്റീവായിട്ടുള്ള പല മനുഷ്യരെ എടുത്തു നോക്കിയാൽ അവർ ജീവിതം സ്റ്റാർട്ട് ചെയ്ത് വേറെ തൊഴിലായിരിക്കും. പക്ഷെ അവരുടെ 40കളിൽ അവരുടെ തൊഴിൽ മേഖല അവർ മാറി, അവർ മറ്റൊരു താല്പര്യമുള്ള മേഖലയിലേക്ക് അവർ മാറി. ഈ രീതിയിൽ ഒരു രണ്ടാമത്തെ മേഖലയെ കണ്ടെത്താൻ നിങ്ങൾക്ക് സാധിക്കണം എന്നുള്ളതാണ് ഈ എപ്പിസോഡിൻ്റെ ലക്ഷ്യം. ഒരു രണ്ടാമത്തെ മേഖലയും കൂടി കണ്ടെത്തി കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ നമ്മുടെ സാമ്പത്തികം നമ്മുടെ കൈപ്പിടിയിൽ നിൽക്കുന്നില്ലല്ലോ. പിന്നെ അവിടെ ഒരു ബൗണ്ടറി ലൈൻ വരയ്ക്കുക എന്നുള്ളതാണ്. സാമ്പത്തികത്തിനൊരു ബൗണ്ടറി ലൈൻ വയ്ക്കുക എന്നുള്ളതാണ്. ഇത്രയും മതി, എനിക്ക് ഇത്രയും മതി, ഇറ്റ്സ് എനഫ് ആൻഡ് മോർ. ഈ ഒരു കൺസെപ്റ്റിലേക്ക് എത്തിക്കഴിഞ്ഞാൽ പാഷന് വേണ്ടി പോകാൻ നമുക്ക് സമയമുണ്ട്, സാധ്യതകളുമുണ്ട്. സാധിക്കട്ടെ എല്ലാവർക്കും. ഈ ഒരു രണ്ടാമത്തെ മേഖല തിരഞ്ഞെടുക്കാൻ കഴിയട്ടെ. അങ്ങനെ ഡിഗ്നിറ്റി ഓഫ് ലേബർ, അന്തസ്സോടെ തൊഴിലെടുക്കാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു, ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. നന്ദി.